വിവിൻ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഇന്നത്തെ യുവത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുവാക്കളുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ക്യാൻസറായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് എന്ന് പറഞ്ഞത്. കഞ്ചാവ്, മറ്റ് രാസലഹരികൾക്ക് അടിമപ്പെട്ട യുവാക്കളെയാണ് നമുക്ക് ഇന്ന് അനുദിനം കാണാൻ സാധിക്കുന്നത്. കൂടുതലും ആൺകുട്ടികളായിരുന്നു ഈ മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലും. പക്ഷെ ഇന്ന് അതേപോലെ തന്നെ പെൺകുട്ടികളുടെ സ്ഥാനവും ചെറുതല്ല. ഒരുപാട് ഭയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായി കണ്ടുവരുന്ന മയക്കുമരുന്ന് പറയുന്നത് കഞ്ചാവ് അതിൽ നിന്നുണ്ടാക്കുന്ന ആശിഷ്, കഞ്ചാവ് ഓയില് എന്നിവയൊക്കെയാണ്. പിന്നെ കറുപ്പും അതിന്റെ ഉപോൽപ്പന്നങ്ങളായ ഹെറോയിന്, ബ്രൗൺ ഷുഗർ എന്നിവ. ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പിസം, പെത്തഡിന്, ബ്രൂപ്പിനോർഫിന്, പെൻഡോഡോസിന് മുതലായവ മരുന്നുകളും ഇതേ രീതിയിൽ. എന്താ പറഞ്ഞാല് എനിക്ക് പരിചയപ്പെട്ടിട്ടുള്ള പല സുഹൃത്തുക്കളും തന്നെ ചില ഗുളികകൾ കഴിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് പറയാന്നല്ലാതെ ഉപയോഗിക്കരുത് എന്ന കാര്യങ്ങളുണ്ടെന്ന് പറയാന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മള്. വലിയ വലിയ നിയമങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും കർക്കശമായ നിയമങ്ങളിലേക്ക് പോകുന്നില്ല പലതും. അപ്പൊ ആ കർക്കശമായ നിയമങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തായാലും അതിന്റെ ആ ഒരു പടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പൊ ഇന്നത്തെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യുക തന്നെ ചെയ്യും. ആകമാനം ഏകദേശം 14 ദശലക്ഷത്തോളം ആളുകൾ മയക്കുമരുന്ന്, കറുപ്പും അതിന്റെ ഉപോൽപ്പന്നങ്ങൾക്കും അടിമകളാണെന്നും ഉപയോഗിക്കുന്നുണ്ടെന്നും ആണ് കണക്ക്. 147 ദശലക്ഷത്തോളം ആളുകൾ കഞ്ചാവും അനുബന്ധ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നു. ആംഫിറ്റിമീൻ പോലുള്ള മയക്കുമരുന്നുകളും കൊക്കൈനും ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു ലഹരി പദാർത്ഥങ്ങളാണ്. അതേപോലെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എയ്ഡ്സ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് എന്നിവ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. പിന്നെ പുരുഷന്മാരിലാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലെങ്കിലും സ്ത്രീകളിലും ഇപ്പോ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അത് കടുത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ വായിച്ചേണ്ടേ, MDMA മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുന്നേരം ഒരു 3 പുരുഷന്മാരുണ്ടെങ്കിൽ അതിലൊരു സ്ത്രീ ആയിരിക്കും. അതും യുവാക്കള്, അല്ലാതെ പ്രായം ചെന്ന ആൾക്കാരല്ല. ഇപ്പൊ നമ്മളെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് തന്നെ യുവാക്കളാണ് വേണ്ടത്. ആ യുവാക്കളാണ് ഇത്തരത്തിലുള്ള നാശിച്ച ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്താണോ സ്ഥലകാല ബോധോ അമ്മേനെ അച്ഛനോ പെങ്ങന്മാരോ തിരിച്ചറിയാത്ത രീതിയിൽ വൾഗറായിട്ട് പെരുമാറുന്നത് നമ്മൾ പല കേസുകളും കണ്ടില്ലേ. ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പണം ഇല്ലാത്തതിന്റെ പേരിൽ അമ്മേനെ അച്ഛനെ ഉപദ്രവിക്കുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊല്ലുന്നതും ഒക്കെ കണ്ടില്ലേ. പേരെടുത്ത് പറയുന്നില്ല ഞാന്. നമ്മളെ മലയിൽ ഒരു ചെക്കൻ കുടുങ്ങിയില്ലായിരുന്നു. ആ ചെക്കൻ കുടുങ്ങിയിട്ട് സൈന്യം വന്നിട്ടാണ് രക്ഷിച്ചത്. അവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവിന് അടിമയാണ്. എനിക്കറിയാം ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകളും കാടുകളും തേടി പോകുന്ന ചില യുവാക്കളുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കഞ്ചാവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ പറഞ്ഞു നടക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ യാത്ര ചെയ്യുന്നത് നമ്മൾ മലകളിൽ പോകുന്നത് എന്തിനാണ്? അത് നമ്മൾ പ്രകൃതിയെ ആസ്വദിക്കാനാണ്. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കളൊക്കെ പുഴയിൽ ചാടാൻ പോവാണെന്നോ വെള്ളച്ചാട്ടം കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സംശയാസ്പദമായ സാഹചര്യത്തില് അവരെ കാണാൻ പറ്റും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനാണ് കൂടുതലും അവർ യാത്രകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നല്ലട്ടോ ഞാൻ പറയുന്നത്. കൂടുതൽ പേരും എനിക്കറിയാം. ഞാൻ കുറെ കാര്യങ്ങൾ ഇതിൽ പഠിച്ചത് കൊണ്ടും കണ്ടത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല. അപ്പൊ അത്തരത്തിൽ നമ്മൾ മാതാപിതാക്കളും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടികളെ കൂട്ടുകാരാരാണ്, അവരെ അച്ഛനമ്മമാരെ പോയി കാണാം, അവരുടെ വീട്ടിൽ പോയി കാണാം, അവരുമായിട്ടുള്ള സംസാരം, നമ്മളെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മളെ വീട്ടിൽ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഇതിൽ അടിമപ്പെട്ടിട്ട് നമ്മൾ അയ്യോ
എന്റെ കുട്ടി ഇങ്ങനെയായി ഇങ്ങനെയായി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അടുത്തൊരു കുട്ടീനെ വേറൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ ഉപദേശിച്ചിട്ട് അതിൽ നിന്നും അവരെ കരകയറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എന്താണ് ചിലപ്പം ആ കുട്ടികളിൽ നമ്മളെ കുട്ടികളും ഉണ്ടാവും, നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ആ കുട്ടീനെ മാത്രമേ എന്തൊക്കെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതല്ല, നമ്മൾ ആ കുട്ടിക്ക് എന്താണ് അടുത്ത അവന്റെ കുട്ടിയല്ലേ ഇവന്റെ കുട്ടിയല്ലേ എന്നുള്ള ചിന്താ രീതിയിലേക്കല്ല പോകേണ്ടത്. എന്താണ് സ്വന്തം കാര്യത്തിലേക്ക് വരുന്നവരാണ് നമ്മൾ വിഷമങ്ങളും അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു രീതിയിലേക്കല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ അതിനു മുന്നേ തന്നെ ഇറങ്ങി പുറപ്പെടണം. അതിനുള്ള ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്താക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടേറിയ ഒരു നിമിഷത്തിലൂടെയാണ് എന്താവുന്നത്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതോ 15 മുതൽ 24 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഈ മയക്കുമരുന്നിന് കുട്ടികളെ അടിമപ്പെടുന്നത്. പഠനം തെളിയിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അധ്യാപകന്മാരും രക്ഷിതാക്കളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ തന്നെ ലഹരിന്റെ ഉപയോഗത്തിനെ കുറിച്ചിട്ടുള്ള ബുക്കുകളും പബ്ലിഷ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. നമ്മൾ ഈ വിപ്ലവത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഇതിൽ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ബുക്ക് അച്ചടിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികൾ പഠിക്കുന്നില്ല, അത് കുറച്ചു നേരം വായിച്ചങ്ങ് പോകും. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനത്തിൽ ഇതൊരു മലയാളമോ അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാ കുട്ടികളും ഇപ്പൊ അറബിക്കുണ്ട്, ഇംഗ്ലീഷ്, അങ്ങനെ കുറെ നേരം അറബിക്കിന് പോകുന്നവരെ മലയാളം പഠിപ്പിക്കൂല. അന്നേരം ഏതൊരു രീതിയിലാണോ ഇതൊരു പഠനത്തിന് എന്താണ് മാർക്ക് കിട്ടുന്ന ആ ഒരു രീതിയിൽ ഒരു വിഷയമായിട്ട് തന്നെ ഒരു പാഠമായിട്ട് തന്നെ എന്താക്കണം, ഒരു 4ാം ക്ലാസ്സോ ഒരു 5ാം ക്ലാസ്സോ അത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു 5ാം ക്ലാസ് മുതൽ തന്നെയെങ്കിലും ഇതിന്റെ ഭവിഷ്യത്ത് കാര്യങ്ങൾ ഇന്നതാണ്. ഓരോന്നിനും മദ്യമാണെ മദ്യം, പുകവലിൻ്റെതാണെ പുകവലിന്റെ, അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരണം. അതൊരു വിഷയമായിട്ട് എടുത്തിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങേണ്ട രീതിയിലുള്ള ഒരു വിഷയമാക്കി എടുത്തിട്ട് അത് കൊണ്ടുവരണം. അപ്പോഴാണ് മക്കളിലേക്ക് അങ്ങോട്ട് ആയെന്നിറങ്ങുള്ളൂ. അല്ലാണ്ട് ഒരു ബുക്ക് കൊടുത്തതിനോണ്ട് അവർക്ക് പഠിക്കാനുള്ളതല്ല, അവർ ജസ്റ്റ് ഒന്ന് നോക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്ന. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറയാൻ വരുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വിദ്യാർത്ഥികള്, കൂലിപ്പണിക്കാര്, ഡ്രൈവർമാര്, ലൈംഗിക തൊഴിലാളികള്, അങ്ങനെ പ്രൊഫഷണലുകള് എല്ലാരും തന്നെ ഈ മയക്കുമരുന്ന് മേഖലയിൽ മയക്കുമരുന്ന് ഉപയോഗം കാണാറുണ്ട്. പക്ഷെ എന്നാലും തൊഴിൽ രഹിതർക്കിടയിലാണ് പകുതിയോളം പേര് ലഹരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രൊഫഷണലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനൊരു ഇതുണ്ട്, ചിട്ടാവട്ടങ്ങളുണ്ട്. പക്ഷെ ഈ കൂലിപ്പണിക്കാരനും സാധാരണക്കാരനുമായ അവനെന്ത് ചിട്ടാവട്ടങ്ങൾ? അവന് 10 1000 കിട്ടുന്നതിന് 10 500 600 700 നിന്ന് മുടക്കിയിട്ടെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ആ രീതിയിൽ അവന്റെ ജീവിതം തകരുകയാണ്. അവന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെയും അച്ഛനെയും വീട്ടിൽ ആരാളുന്ന എടുത്തടിക്കുന്ന രീതിയിലേക്ക് പൈസ ഇല്ലാതെ നിൽക്കുന്നവരെന്താവും? മറ്റു പ്രൊഫഷണലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ സാലറി ഒക്കെ കിട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനടിമപ്പെട്ട് ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം നശിപ്പിച്ച് കളയുക. ജീവിതം നശിപ്പിക്കുന്നതിന്റെ ഒപ്പം ആ ഒരു കുടുംബം മൊത്തം നശിക്കുകയാണ് ഇവ നശിക്കുന്നതിലൂടെ. ആ ഒരു രീതിയിലേക്കാണ് മാറുന്നത്. അതേപോലെ തന്നെ ഈ കഞ്ചാവിന്റെ ഒക്കെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാബിസ്റ്റേ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കഞ്ചാവ് ചെടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലതരം മയക്കുമരുന്നുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാങ്ക് ഇലകൾ വെച്ചിട്ട് കഞ്ചാവ് പുഷ്പിതമാകുന്ന ഭാഗം, ചരസ്, ചെടിത്തണ്ടിന് ചുറ്റുമുള്ള റെസിൻ, അങ്ങനെ കഞ്ചാവിനും അനുബന്ധ ഉൽപ്പന്നങ്ങളും അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കളെ കനാബിയോയിഡുകൾ എന്നറിയപ്പെടുന്നു. അവയിൽ ടെട്രാഹൈഡ്രോ കനാബിനോൾ THC ആണ് ഏറ്റവും തീവ്രമായ വിഷവസ്തു ആട്ടോ പറയുന്നത്. THDയുടെ അളവ് വിവിധതരം കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാണ്. ചരസിലും ആശിഷ് ഓയിലുമാണ് THCയുടെ അളവ് ഏറ്റവും അധികം കാണുന്നത്. കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ പുകവലിയും ആവി വലിയായും ലഘുഭക്ഷണ പദാർത്ഥങ്ങൾ ചേർത്തും പാനീയങ്ങളിൽ ചേർത്തുമൊക്കെ ഉപയോഗിച്ചു വരുന്നു. കുത്തുവയ്പ്പിലൂടെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ജീവന അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സാധാരണ രീതിയിൽ കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ കുത്തിവെച്ച് ഉപയോഗിക്കാറില്ല. കഞ്ചാവ് പുക ശ്വസിക്കുമ്പോൾ വിഷവസ്തുക്കൾ ശ്വാസനാളത്തിലൂടെ നമ്മുടെ രക്തത്തിലേക്ക് ദ്രുതഗതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. മിനിറ്റുകൾക്കുള്ളിൽ മത്ത് പിടിക്കുകയും ഏതാനും മണിക്കൂറിൽ ലഹരിപ്പിടിയിൽ അമരുകയും ചെയ്യുന്നു. എന്നാൽ വായിലൂടെ കഴിക്കുമ്പോൾ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ മത്ത് പിടിക്കുകയും കൂടുതൽ നേരം ലഹരി പിടിയിൽ അമരുകയും ചെയ്യുന്നു.
ശരീരത്തിലെ ആഗിരണം ചെയ്യപ്പെട്ട വിഷവസ്തുക്കൾ 1% തലച്ചോറിലെത്തുന്നു. കരളിലെ രാസാഗ്നികളെ ഉദ്ദീപിപ്പിക്കാൻ കഞ്ചാവിലെ വിഷവസ്തുക്കൾക്ക് കഴിയും. പ്ലാസന്റയിലൂടെയും മുലപ്പാലിലൂടെയും കഞ്ചാവിലെ വിഷവസ്തുക്കൾ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പ്രവേശിച്ച് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. പുകയിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിഷവസ്തുക്കൾ പൂർണ്ണമായും ശരീരം വിട്ടൊഴിയാൻ ഏകദേശം 1 മാസമെങ്കിലും എടുക്കും. ചെറിയ അളവിൽ വല്ലപ്പോഴും ഉപയോഗം പോലും നീണ്ടു നിൽക്കുന്ന ദോഷഫലങ്ങൾക്കിടയാക്കും. മദ്യപാനം കൂടി ഉണ്ടെങ്കിൽ കഞ്ചാവ് മൂലമുള്ള ദോഷഫലങ്ങൾ വളരെ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പലതും തെളിയിച്ചിട്ടുള്ളത്. എന്താ പറയുകയെങ്കിൽ നമ്മളിപ്പോ വല്ലപ്പോഴും ഒരു പുക മാത്രം എടുക്കുന്ന വ്യക്തിയിൽ പോലും 1 മാസത്തോളം അതിന്റെ എഫക്റ്റീവ്, അതിന്റെ ദോഷഫലങ്ങൾ ഉണ്ടാവുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളെ കരളിന് വരെ ഇത് ബാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സംഭവിക്കുന്നത്. അത് തന്നെയാണ് കാണാനാവുന്നത്. എന്നാൽ അമ്മേനെയും അച്ഛനെയും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് തല്ലുക, അല്ലെങ്കിൽ മറ്റുള്ള പല രീതികള് പലതും നമ്മൾ പല അനാശാസ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നത്. മയക്കവും ഉത്തേജനവും ഉണ്ടാവുക, മായിക സ്വപ്നങ്ങൾ അനുഭവിക്കുകയും ആ അവസ്ഥയിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് സ്വബോധമില്ലാതെ പിന്തുടരുകയും ചെയ്യുക, മതിഭ്രമം സംഭവിക്കുക, ധാരണാശക്തിയിൽ വൈകല്യം, ദുർവ്യാഖ്യാനവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പൊ മാനസികമായിട്ട് തന്നെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഇത് ഒരു സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ. എന്താ പറഞ്ഞാല് അമ്മ ഈ മുലപ്പാല് അങ്ങനത്തെ ഗർഭം ധരിക്കുന്നവരൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് സ്ത്രീകളെ കൊണ്ടെത്തിക്കുന്നത്. പല വലിയ പ്രശ്നങ്ങളിലേക്കാണ്. പുരുഷന്മാരിലും പ്രശ്നങ്ങളില്ല എന്നല്ല, വളരെ എന്താ പറയാ, ഒന്നിനും ഒരു ഒതുങ്ങിക്കൂടിയ ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്താ പറഞ്ഞാല് എന്താ പറയാ, വല്ലാത്തൊരു മറ്റുള്ള ഒരു കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നതിനുള്ള പ്രശ്നങ്ങൾ, ആൾക്കാരോട് സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം സമ്മർദ്ദങ്ങൾക്കിടയിലൂടെയായിരിക്കും ഇവര് ജീവിച്ചു പോകുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്ത രീതിയിൽ പോവുക, ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത രീതിയിൽ പെരുമാറുക, സ്വന്തം ജീവിത കാര്യത്തിന് തന്നെ ഒരു ചിട്ടല്ലാതാവുക. അങ്ങനെ പോയിക്കോട്ടെ, ഒരു ഒഴുപ്പൻ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് എത്തുക. അത്തരത്തിലൊക്കെയുള്ള വിഷാദമായ പല വിഷാദ രോഗങ്ങള്, ആത്മഹത്യാ പ്രവണത, സ്ഥിരമായി കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നില്ലെന്ന് കരുതുന്നത് തികച്ചും തെറ്റാണ്. അതേമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടും, ദാഹം, വിശപ്പ്, മലബന്ധം, വായ ഉണങ്ങുക എന്നിവയൊക്കെ, പിന്നെ രക്തസമ്മർദ്ദം, രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും ഒക്കെ വർദ്ധിക്കുക, രക്തക്കുഴലുകൾ വികസിക്കുകയും തന്മൂലം ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ രക്തസമ്മർദ്ദം താൽക്കാലികമായി കുറയുകയും ബോധക്കേട് വരെ ഉണ്ടാവുകയും ചെയ്യുക. ആ രീതിയിലേക്ക് പോവാ. ഹൃദ്രോഗികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമാകും. ഹൃദ്രോഗികളാണെങ്കിൽ അവരുടെ ഹൃദ്രോഗം വർദ്ധിക്കാൻ ഇടയാവുന്ന രീതിയിലേക്ക്, പുകവലി മൂലമുണ്ടാകുന്ന എല്ലാ ശ്വാസകോശ രോഗങ്ങളും കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല മടങ്ങായി വർദ്ധിക്കും. അതെന്താ പഠനം പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ സിഗരറ്റ് വലിക്കുന്നവരും ഒരുപാട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ശരീരത്തിന് വലിയ ദോഷങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രണാതീതമായിട്ടുള്ള പുകയാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കും പുകയാണ് നമ്മൾ എന്താക്കുന്നത്, ഉള്ളിലേക്ക് എടുക്കുന്നത്. ഒരു സിഗരറ്റിന്റെ ഒരു പഫ് വലിക്കുന്ന ആ ഒരു രീതിയിലല്ല എന്ത് ചെയ്യുന്നത്, ഈ പുക നമ്മൾ ശ്വസിക്കുന്നത്. ആ പഠനം തെളിയിച്ചിട്ടുള്ളതാണ് ഇതിൽ പറയുന്നത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകവലി മൂലമുണ്ടാകുന്ന എല്ലാ ശ്വാസകോശ രോഗങ്ങളും കഞ്ചാവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പല മടങ്ങായി വർദ്ധിക്കുക എന്നാണ് പറയുന്നത്. അത് ഇതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിൽ പുക ശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള പുകയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. തുടർച്ചയായി ദീർഘനാളത്തെ മയക്കുമരുന്ന് ഉപയോഗം സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, തുടർച്ചയായ അണുബാധ,
ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, ക്ഷയരോഗം എന്നിവ, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ, പോഷകാഹാരക്കുറവ്, അപകടങ്ങൾ, കരൾ രോഗങ്ങൾ, ഡിമെൻഷ്യ, മാനസിക രോഗങ്ങൾ എന്നിവ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഏവർക്കും തന്നെ ഈ മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഇനി മുന്നോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള യാതൊരുവിധ കാര്യങ്ങൾ ഉപയോഗിക്കില്ല എന്നും മറ്റുള്ളവരുടെ ഉപയോഗത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ചാനൽ കണ്ട എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.